Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് JCI പഠിച്ചത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറഞ്ഞത്. JCIയിൽ നമ്മൾ 21 ഹോസ്പിറ്റലുകളിൽ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതൊന്ന് നോട്ട് ചെയ്യുക. JCI അക്രഡിറ്റ് ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ 21 21 hospitals in India. പിന്നെ നമ്മൾ JCI അക്രഡിറ്റ് 8 type of health programs, 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾക്ക്, ആംബുലറ്ററി കെയർ ഫെസിലിറ്റികൾക്ക്, ക്ലിനിക്കൽ ലാബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റികൾക്ക്, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾ, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സിനൊക്കെ JCI ഇങ്ങനെയുള്ള ഇത്രയും ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ JCIയുടെ 5th എഡിഷൻ ആണ്. അത് 2014 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നു. 5th എഡിഷനെ നമുക്ക് 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോ സെക്ഷനുകളിലും ഏതൊക്കെയാ വരുന്നതെന്നുള്ളത് പറഞ്ഞു, ഏതൊക്കെ സ്റ്റാൻഡേർഡുകളാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഓരോ സ്റ്റാൻഡേർഡ്സിന്റെ കീഴിൽ അവിടെ എന്തുണ്ട്, ചാപ്റ്റേഴ്സ് ആയിട്ട് വീണ്ടും അതിനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത് അതിനകത്ത്, JCIയുടെ 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സും, അളക്കാവുന്ന ഘടകങ്ങൾ, സ്റ്റാൻഡേർഡുകൾക്ക് പുറമെ അളക്കാവുന്ന മറ്റ് ഘടകങ്ങൾ 1160 മെഷറബിൾ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ നമ്പർ രണ്ടും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്, ഈ സ്റ്റാൻഡേർഡുകൾ ഓരോ 3 വർഷം കൂടുമ്പോഴും റീ എക്സാമിൻ ചെയ്യുന്നു, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ്സ് വിൽ ബി റീ എക്സാമിൻഡ് ആൻഡ് പബ്ലിഷ് അറ്റ്ലീസ്റ്റ് എവരി 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് നോക്കുന്നത് JCI സർവേ മെത്തഡോളജിയാണ്. എങ്ങനെയാണ് ഈ JCI സർവേ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മാനദണ്ഡങ്ങൾ നമുക്ക് അത് ഓരോ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. സർവേകൾ എങ്ങനെയാണ് നോക്കി. Thorough survey process become operational. Typical survey team include a physician, nurse and administrator. ഒരു സർവേ ടീമില് നമുക്ക് ഇപ്പൊ ഓരോന്നും നമുക്ക് നോക്കണമല്ലോ, അപ്പൊ അതിനുവേണ്ടി സർവേ ടീമുകളുണ്ട്. അതില് ഫിസിഷ്യൻ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഇവര് ഉൾപ്പെടുന്നതാണ് ഒരു സർവേ ടീം എന്ന് പറയുന്നത്. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ് എ ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്സ് എ ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. Surveyors assess various units within an organization and discuss their findings. ഇതാണ് സർവേയേഴ്സ്. അതൊക്കെയാ ഫിസിഷ്യന്, നേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ എന്നിവ ഉൾപ്പെടുന്നതാണ് ഒരു സർവേ ടീം എന്ന് പറഞ്ഞത്. ഈ സർവേയേഴ്സ് ഈ നമ്മളെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന പല യൂണിറ്റുകളെ അസസ് ചെയ്യുക, വിലയിരുത്തുകയും അവരുടെ ഫൈൻഡിങ്സുകള്, കണ്ടെത്തലുകള് അവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. Surveys assess various units within an organization. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലുള്ള പല യൂണിറ്റുകളെ വിലയിരുത്തുകയും അവരുടെ കണ്ടെത്തലുകള് അവിടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. Survey conduct a complete system analysis on integration and coordination of care process. ഈ സർവേകളുടെ ഒരു സർവേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ മൊത്തം ആ ഒരു കെയർ പ്രോസസ്സ്, അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു കെയർ പ്രോസസ്സ്, രോഗി പരിചരണ പ്രക്രിയയുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനവും ഏകോപനവും സംബന്ധിച്ച് സർവേ പൂർണ്ണമായിട്ടുള്ള ഒരു സിസ്റ്റം അനാലിസിസ് സർവേകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. സർവേസ്
surveys conduct a complete analysis on integration and coordination of care process. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ ഒരു സംയോജനവും ഏകോപനവും സംബന്ധിച്ച് ഈ സർവേകള് പൂർണ്ണമായിട്ടുള്ള ഒരു സിസ്റ്റം അനാലിസിസ് നടത്തുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ സർവേകളാണ്. നമുക്കത് പല രീതിയിൽ സർവേ നടത്താം. നമുക്ക് വീടുകളിലൊക്കെ പല സർവേകൾ വരാറില്ലേ, സർവേ എടുക്കാറില്ലേ? അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സർവേകളില് ഫസ്റ്റത്തെ വരുന്നത് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്, സ്റ്റാഫും പേഷ്യൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അതെങ്ങനെയാണ്? അതർ വെർബൽ ഇൻഫർമേഷൻ, വാക്കാലുള്ള ഒരു വിവരണം. നേരെ അവരോട് സ്റ്റാഫിനോടോ പേഷ്യൻസിനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം, ഒരു ഇന്റർവ്യൂ. ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ, മറ്റുള്ള വാക്കാനുള്ള ഒരു സംഭാഷണങ്ങള്. അത് അങ്ങനെ നമുക്ക് സർവേ ചെയ്യാം. സ്റ്റാഫും പേഷ്യൻസും ആയിട്ട് അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ ഇന്റർവ്യൂ നടത്താം. പിന്നെ രണ്ടാമത്തെ നോക്കിയ സർവേ നടത്താം നമുക്ക്. രണ്ടാമത്തെ ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേസ്. സർവേയർമാരെ നേരിട്ട് ഓൺസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടയുടനെ നമുക്കത് കണ്ട് ആ പേഷ്യന്റ് കെയർ പ്രോസസ്സ് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സർവേ എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർവേ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ പോളിസീസ്, പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. പോളിസികള്, പ്രൊസീജിയറുകള്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്, മറ്റുള്ള ഡോക്യുമെന്റ്സുകൾ, ഇതെല്ലാം പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല്, മറ്റുള്ള സംഘടനകളാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകള്, പോളിസികള്, പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങള്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. മൂന്ന് രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ? ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ്. നേരെ വെർബൽ ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ, വാക്കാലുള്ള അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ അക്രഡിറ്റേഷൻ സർവേ ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞ് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേയേഴ്സ്. സർവേയേഴ്സുമാര് നേരിട്ട് പേഷ്യന്റ് കെയർ പ്രോസസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട്. പിന്നെ മൂന്നാമത്തെ എന്താ? ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകള്, പോളിസികള്, പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ്, ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്രഡിറ്റേഷൻ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. മൂന്ന് രീതിയിൽ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് വെച്ചാൽ അതെങ്ങനെ സ്കോർ ചെയ്യുന്നതെന്നാണ്. ഈ സർവേ എടുത്തിട്ട് അതിന് സ്കോർ ചെയ്യണമല്ലോ. ഇതിന് ഓരോ മാർക്കുകൾ നമ്മൾ കൊടുക്കണം. സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. സർവേ റിസൾട്ട് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? ഓരോ സർവേ റിസൾട്ടുകളും സർവേ മൂന്ന് രീതിയിലാണ് പറഞ്ഞത്. അക്രഡിറ്റേഷൻ സർവേ മൂന്ന് മെത്തേഡ് ചെയ്യാന്ന് പറഞ്ഞു നമ്മള്. ഇനി അതിനെ സ്കോർ ചെയ്യുന്നത് എങ്ങനെയാ? സർവേയുടെ റിസൾട്ട് സ്കോർ ചെയ്യുന്നത് നോക്കിയേ, ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ സ്റ്റാൻഡേർഡും എങ്ങനെയാണ്? മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത് 5 സ്കോറെങ്കിലും വേണം. നമ്മൾ 4 സെക്ഷനുകൾ പഠിച്ചില്ലേ? അതിൽ ഓരോ സ്റ്റാൻഡേർഡുകൾ, 4 സ്റ്റാൻഡേർഡുകൾ ഉണ്ടല്ലോ. ആ ഓരോ സ്റ്റാൻഡേർഡും, ഈച്ച് സ്റ്റാൻഡേർഡ്, ഓരോ സ്റ്റാൻഡേർഡിനും എത്ര സ്കോർ വേണം? അറ്റ്ലീസ്റ്റ് 5 score. Contain a scoring of at least 5. ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത് 5 സ്കോർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 5 സ്കോറെങ്കിലും കിട്ടണം ഓരോ സ്റ്റാൻഡേർഡിനും. ഇനി ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഇനി ആ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഓരോ ചാപ്റ്ററിനും എത്ര വേണം? അറ്റ്ലീസ്റ്റ് 8. ഓരോ ചാപ്റ്ററിനും എന്താ? അറ്റ്ലീസ്റ്റ് 8 സ്കോറെങ്കിലും വേണം.
each chapter must have a score of at least 8. ഓരോ ചാപ്റ്ററിനും എത്ര വേണം? അറ്റ്ലീസ്റ്റ് 8 സ്കോറെങ്കിലും വേണം. സ്റ്റാൻഡേർഡിന് എത്രയാ നമ്മൾ പറഞ്ഞ? അറ്റ്ലീസ്റ്റ് 5 ആണ്. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോർ വേണം. ഓരോ ചാപ്റ്ററിനും എത്ര വേണം? അറ്റ്ലീസ്റ്റ് 8 സ്കോർ വേണം. All standards must together average for at least 9. ഇനി അടുത്ത് നോക്കിയേ, എല്ലാ സ്റ്റാൻഡേർഡും കൂടി, ഓൾ സ്റ്റാൻഡേർഡ് എല്ലാ സ്റ്റാൻഡേർഡും കൂടി അതിന്റെ ആവറേജ് 9 എങ്കിലും ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 9. എല്ലാ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ അതിന്റെ ആവറേജ് എത്രയായിരിക്കണം? 9 ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 9 എങ്കിലും വേണം. പിന്നെ അടുത്ത് നോക്കിയേ, all measurable elements are averaged to obtain the score for the standard. അപ്പൊ നോക്കിയേ, ഈ സ്റ്റാൻഡേർഡുകൾക്ക് സ്കോർ ലഭിക്കണമെങ്കിൽ നമുക്ക് എല്ലാ മെഷറബിൾ ഇലമെന്റ്സും എന്തായിരിക്കണം? ആവറേജ് ആയിരിക്കണം. എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്തുള്ളൂ? സ്റ്റാൻഡേർഡിന് സ്കോർ ലഭിക്കുകയുള്ളൂ. തിരിച്ചു നോക്കിയേ, ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡുകൾക്ക് സ്കോർ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇതിന്ന് ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സ്കോർ നമ്മൾ സർവേ റിസൾട്ട് സ്കോർ ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും വേണം. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോർ വേണം. ഓരോ ചാപ്റ്ററിനും, ഈ സ്റ്റാൻഡേർഡിന് കീഴിലാണ് ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ ഓരോ ചാപ്റ്ററിനും പറഞ്ഞത് എത്ര വേണം? അറ്റ്ലീസ്റ്റ് 8 സ്കോറെങ്കിലും വേണം. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞ എല്ലാ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ മൊത്തം നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ 285 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു, ഈ എല്ലാ സ്റ്റാൻഡേർഡും കൂടി എടുക്കുവാണെങ്കിൽ അതിന്റെ ആവറേജ് അറ്റ്ലീസ്റ്റ് 9 ആയിരിക്കണം. പിന്നെ നമുക്ക് ഈ സ്റ്റാൻഡേർഡിന് ഒരു സ്കോർ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ആയിരിക്കണം. എല്ലാ മെഷറബിൾ ഇലമെന്റ്സും ആവറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഈ സ്റ്റാൻഡേർഡുകൾക്ക് സ്കോർ ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ സ്കോറിംഗ് ഓഫ് സർവേ റിസൾട്ട്. അതിനകത്ത് നമ്മൾ ഓരോന്നിനും എങ്ങനെ സ്കോർ കൊടുക്കണേന്നാണ്. എത്ര ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആൻസേർഡ്, നമ്മൾ ഇതിന് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു അതിന് വെച്ചിട്ട് ഈച്ച് മെഷറബിൾ ഇലമെന്റ് ഈ സ്കോർ. ഓരോ മെഷറബിൾ ഇലമെന്റ്സും സ്കോർ ചെയ്യുന്നത് നമ്മൾ സ്കോർ ചെയ്തതിന് 10 മാർക്കാണ്. സ്കോർ മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോർ ചെയ്തത്. എല്ലാം സ്കോർ ചെയ്യുന്നതിന് 10 കൊടുക്കുന്നത്. പാർഷ്യലി മെറ്റ് പകുതി സ്കോർ ചെയ്യുന്നതിന് 5 സ്കോർ കിട്ടും. 5. നോട്ട് മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോർ ചെയ്യാത്തത്. സ്കോർ ചെയ്യാത്തതിന് 0 കൊടുക്കുന്നത്. എല്ലാം സ്കോർ ചെയ്യെങ്കിൽ 10 സ്കോർ കിട്ടും. പകുതി സ്കോർ ചെയ്തെങ്കിൽ അതിന്റെ പകുതി, 10ന്റെ പകുതി 5 സ്കോർ കിട്ടും. ഇനി ഒന്നും സ്കോർ ചെയ്തില്ലെങ്കിൽ എന്താണ്? 0 ആണ് ഇവിടെ കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഇനി all standards are averaged to obtain the score for the chapter. എല്ലാ സ്റ്റാൻഡേർഡും ആവറേജ് ആയിരിക്കണം. എന്തിനാ? ഈ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടണമെങ്കിൽ. തിരിച്ചു പറഞ്ഞേക്ക, all standards are averaged to obtain the score of the chapter. ചാപ്റ്ററിന്റെ സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡും ആവറേജ് ആയിരിക്കണം. ഇത് നോക്കിയേ, അടുത്ത ലാസ്റ്റ്, all chapters are averaged to obtain the overall score. ഇനി മൊത്തത്തിലുള്ള സ്കോർ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ ചാപ്റ്റേഴ്സും ആവറേജ് ആയിരിക്കണം. എല്ലാ ചാപ്റ്റേഴ്സിനും ആവറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓവറോൾ ആ ഹോസ്പിറ്റലിന് ആ സ്കോർ കൊടുക്കുള്ളൂ. അക്രഡിറ്റേഷൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്കോർ, ഓവറോൾ സ്കോർ കിട്ടണമെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ആവറേജ് ഇത്രയെങ്കിലും വേണം. അതിന് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്. അവിടെ നാബിന്റെയാണ് തന്നേക്കുന്നത്. നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അവിടെ എങ്ങനെയാണ് നമ്മൾ കുറെ ഫോർമുലാസ് പഠിക്കാനുണ്ട്. പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ഫോർമുലാസ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഓരോന്നിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കും. അപ്പൊ അത് ആവറേജ് ആണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുന്നുള്ളൂ? ഇവിടെ ഓവറോൾ സ്കോർ കൊടുക്കുള്ളൂ. അത് ആവറേജ് താഴെയാണെങ്കിൽ നമുക്ക് സ്കോർ അതിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് all chapters are average to obtain the overall score.
മൊത്തത്തില് സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ ചാപ്റ്ററും ആവറേജ് ആയിരിക്കണം. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ അത് ഡീറ്റെയിൽ പറയാനില്ല, നിങ്ങൾ അതൊന്ന് വായിച്ചു വെച്ചേ. ഓക്കെ, സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഓക്കെ, എല്ലാ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ്. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് എത്ര സ്കോർ വേണം? 5 സ്കോറെങ്കിലും വേണം. ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോറെങ്കിലും വേണം. ഇനി എല്ലാ സ്റ്റാൻഡേർഡും കൂടി 285 സ്റ്റാൻഡേർഡ് ഉണ്ട്, അതെല്ലാ സ്റ്റാൻഡേർഡും കൂടി അതിന്റെ ആവറേജ് 9 ആയിരിക്കണം. എല്ലാ സ്റ്റാൻഡേർഡും കൂടി ചേരുവാണെങ്കിൽ അതിന്റെ ആവറേജ് 9 ആയിരിക്കണം. നോക്കി, all measurable elements are averaged to obtain the score for the standard. ഇനി ഈ ആ സ്റ്റാൻഡേർഡിന് സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ മെഷറബിൾ എലമെന്റ്സും ആവറേജ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ സ്റ്റാൻഡേർഡിന് സ്കോർ ലഭിക്കുള്ളൂ. ഇനി നമ്മൾ ആ സ്കോർ നോക്കുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻസ്, നമ്മളുടെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ആൻസർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആൻസേർഡ്, അത് നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്കോർ ചെയ്യുന്നത് ഫുള്ള് സ്കോർ ചെയ്തെങ്കിൽ എത്രയാണ്? 10 സ്കോർ കൊടുക്കും. പകുതി സ്കോർ ചെയ്യുന്നെങ്കിൽ അതിന്റെ പകുതി 5 സ്കോർ കൊടുക്കും. ഇനി സ്കോർ ചെയ്യാത്തതുണ്ടെങ്കിൽ 0 എന്നുമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നാബാണ്. കുറച്ചൊക്കെ അശ്വതി മാം എടുത്തിട്ടുണ്ടാവും അല്ലെ നാബിനെ കുറിച്ച്. നാബ് എന്ന് പറഞ്ഞ എന്താ? നാബ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹോസ്പിറ്റലുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കുക, അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. നാബ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ, ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, താഴെ സെന്റൻസസ് പറയുന്നുണ്ട്. നാബ് എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡിയാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. The NAB standards are reformed every 4 years. നോക്കിയേ, എത്ര വർഷം കൂടുമ്പോഴാണ് നാബ് സ്റ്റാൻഡേർഡുകൾ റീഫോം ചെയ്യുന്നത്? 4 വർഷം. ഓരോ 4 വർഷങ്ങൾ കൂടുമ്പോഴും നാബ് അവരുടെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നു? പുനഃപരിശോധിക്കുന്നു. Reformed every 4 years, and now the hospital implements 5th edition standard April 2020. ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 5th edition സ്റ്റാൻഡേർഡ് ആണ്. നാബിന്റെ 5th edition സ്റ്റാൻഡേർഡ് ആണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് ഏപ്രിൽ 2020 അത് പബ്ലിഷ് ചെയ്തത്. ഇപ്പൊ ഹോസ്പിറ്റലില് 5th edition സ്റ്റാൻഡേർഡ് ആണ്. Then NAB standard centers on patient safety and quality of delivery service by the hospital in a changing health environment. ഇവിടെ നമ്മൾ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് ഈ ഹോസ്പിറ്റലിന്റെ അല്ലെ പേഷ്യന്റിന്റെ സേഫ്റ്റി, നമ്മൾ കൊടുക്കുന്ന ഡെലിവറി, ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസ്, അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ആ സർവീസിന്റെ ക്വാളിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നാബ് സ്റ്റാൻഡേർഡുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഹെൽത്ത് എൻവയോൺമെന്റില് പരിസ്ഥിതിയില് വരുന്ന ഇത് വെച്ചിട്ട് ഈ ഹോസ്പിറ്റലില് നാബ് എന്താ പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ഡെലിവറി, അത് കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നാബ് സ്റ്റാൻഡേർഡുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. The NAB is given by autonomous body. NAB എന്ന് പറഞ്ഞാൽ ഒരു സ്വയംഭരണ ഒരു സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. By the
Government of India, Government of India, known as Quality Council of India. Quality Council of India'യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡി, ഓട്ടോണമസ് ബോഡിയാണ് NAB എന്ന് പറയുന്നത്. Quality Council of India'യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡി ആണ് NAB എന്ന് പറയുന്നത്. Which is standard making body in India. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് NAB എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് NABനെ, നമുക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. NABന്റെ ഇതില് NAB mainly divide hospital into two main division. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് NAB ഹോസ്പിറ്റലിനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. Small healthcare organization with less than 15 beds, 50 പെട്ടി താഴെയുള്ളത്. അങ്ങനെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന ഒരു NAB ഒരു ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്, 50 പെട്ടി താഴെ. എക്സാമ്പിൾ കമ്മ്യൂണിറ്റി സെന്റർ, ഹെൽത്ത് സെന്റർ, അതിലൊക്കെ 15 പെട്ടി താഴെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO വിത്ത് മോർ ദാൻ 15 ബെഡ്, 50 പെട്ടി കൂടുതലുള്ളത്. വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 പെട്ടി കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ NAB ഹോസ്പിറ്റലുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 15 ബെഡ്, 50 പെട്ടി താഴെയുള്ള SHC സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും 15 പെട്ടി കൂടുതലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് പഠിച്ചില്ലേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലുകളുള്ള ഹോസ്പിറ്റലിന്റെ പല ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ? ബെഡ് സൈസ് വെച്ചിട്ടൊക്കെ ഹോസ്പിറ്റലിനെയൊക്കെ തിരിക്കുന്ന, മീഡിയം സൈസ് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അതൊക്കെ. അപ്പൊ NAB ഹോസ്പിറ്റലിന്റെ രണ്ട് ഡിവിഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും. ഇനി നെക്സ്റ്റ് അവിടെ വരുന്നത് മെയിൻ NAB ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ്സ്. നൗ 10 chapter with 100 standard and 651 objective element. Underline ചെയ്തിട്ടോ കേട്ടോ ആ ഒരു സെന്റൻസ്. മെയിൻ NAB ഗൈഡ് ബുക്ക് ഫോർ സ്റ്റാൻഡേർഡ്. മെയിൻ ഗൈഡ് ബുക്ക് NABന്റെ പ്രധാനപ്പെട്ട ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡില് 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സും വരുന്നുണ്ട്. ഇവിടെ നോക്കി, സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് goal for the performance. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? refers to set goal for the performance. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്. എന്നാൽ ഇലമെന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഈ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ്. And is used to monitor the performance. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിനെ മോണിറ്റർ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇലമെന്റ്സുകൾ. ഓക്കെ, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കണം, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടും വേണം. അതായത് നമ്മുടെ NABന്റെ മെയിൻ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റർ വിത്ത് 100 സ്റ്റാൻഡേർഡ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. അതില് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നത്, അതാണ് സ്റ്റാൻഡേർഡ്. NAB സ്റ്റാൻഡേർഡ്. അപ്പൊ അവിടെ ക്വാളിറ്റി പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടണം എന്നുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്. എന്നാൽ ഈ എലമെന്റ് എന്ന് പറഞ്ഞ ഏതാണ്? സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ്. എലമെന്റ്സ് കംസ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡുകളുടെയും കീഴിൽ വരുന്നതാണ് എലമെന്റ്സ്. അതെന്തിനാണ്? ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് അതിന്റെ പ്രകടനം, പെർഫോമൻസ് എങ്ങനെയാ, അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു 651 ഒബ്ജക്റ്റീവ് എലമെന്റ് ഉള്ളത് പറഞ്ഞു.
അതിനെ ഓരോന്നിനെയും നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുന്നത്. ആ കാറ്റഗറി ഏതൊക്കെയാണ് നമുക്ക് നോക്കി വെക്കണം കേട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്, ദെൻ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അതിനെ നമ്മൾ മൊത്തം 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമുക്ക് 4 കാറ്റഗറിയിൽ തിരിക്കാം. അത് ഒന്നാമത്തെ കാറ്റഗറിയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പോ കോർ കാറ്റഗറി എന്താ? പ്രധാന വിഭാഗം. നോട്ട് ചെയ്യണം ഇതെന്ന് 4 കാറ്റഗറി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കോർ കാറ്റഗറി പ്രധാന വിഭാഗം. ഓക്കെ, അപ്പൊ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 1 or 2 are in കോർ കാറ്റഗറി. അതിന് 102 എണ്ണം പ്രധാന വിഭാഗത്തിൽ വരുന്നതാണ്. which are essentially evaluated during each assessment. അത് നമുക്ക് ഓരോ അസസ്മെന്റ് സമയത്തും പ്രധാനമായും വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തേണ്ട ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ 102 എലമെന്റ്. മനസ്സിലായോ? അതില് 102 എലമെന്റ്സിനെ നമുക്ക് പ്രധാന വിഭാഗത്തിൽ പെടാം, കോർ കാറ്റഗറിയിൽ വരാം. അതെങ്ങനെയാ? അത് മൂല്യനിർണയ സമയത്ത് ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നതാണ്. ഓരോ അസസ്മെന്റ് സമയത്തും നമ്മൾ എന്തായാലും ഇവാലുവേറ്റ് ചെയ്യേണ്ട എലമെന്റ്സ് ആണത്. ഓക്കെ, രണ്ടാമത്തെ 459 are in commitment category. അടുത്തത് രണ്ടാമത്തെ കാറ്റഗറിയിൽ 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറി, പ്രതിബദ്ധതാ വിഭാഗം. പ്രതിബദ്ധതാ വിഭാഗം 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരും. പ്രതിബദ്ധതാ വിഭാഗം will be evaluated during final assessment. അതെങ്ങനെയാ? അന്തിമ മൂല്യനിർണയ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതാണ്. which will be evaluated during final assessment. അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് 459 എണ്ണം. അതിന് നമ്മൾ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അടുത്ത 60 എണ്ണത്തിൽ നമുക്ക് അടുത്ത കാറ്റഗറി അച്ചീവ്മെന്റ് കാറ്റഗറി, നേട്ട വിഭാഗം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ പെടുത്താം. which will be checked out during surveillance assessment. അതെപ്പോഴാണ്? അവ നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കപ്പെടുന്നതാണ്. നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കപ്പെടുന്നതാണ് 60 എണ്ണം. അതിന് ഏത് കാറ്റഗറിയാ? അച്ചീവ്മെന്റ് കാറ്റഗറി. ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് 30 എണ്ണം. അതിന് എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗം. എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗം. അതെങ്ങനെയാ? which will be evaluated during re-accreditation. re-accreditation സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ബാക്കി 30 എണ്ണം. അതിനെ എക്സലൻസ് കാറ്റഗറിയിൽ പെടുത്തുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ചോദിക്കാം, അതിപ്പോ നമുക്ക് റീ അക്രഡിറ്റേഷൻ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് ഏത് കാറ്റഗറി, അല്ലെങ്കിൽ ആ കാറ്റഗറി ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എക്സലന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. നിങ്ങൾ അതിന് 4 കാറ്റഗറി പഠിച്ചു വെക്കാം. അതിന് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ചോദിക്കാം, അതിനകത്ത് ഈ അസസ്മെന്റ് ഓരോ അസസ്മെന്റ് സമയത്തും ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് ഏത് കാറ്റഗറിയിലാണ്, അല്ലെങ്കിൽ അതിൽ എത്ര എണ്ണം വരുന്നുണ്ട്, അത് നോക്കി വെക്കണം കേട്ടോ. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറിയിലാക്കി തിരിച്ചു വെച്ചിരുന്നത്. അതിൽ ഫസ്റ്റത്തെ കോർ കാറ്റഗറി, അതിൽ 102 എലമെന്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ? കോർ കാറ്റഗറി എന്ന് പറഞ്ഞ എങ്ങനെയാണ്? അത് നമ്മൾ ഓരോ മൂല്യനിർണയ സമയത്തും ഫണ്ടമെന്റൽ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് എസെൻഷ്യൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. which are essentially evaluated during each assessment. ഓരോ മൂല്യനിർണയ സമയത്തും എസെൻഷ്യൽ ആയിട്ട് അത്യാവശ്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന എലമെന്റുകൾ അത് 102 എണ്ണം അതിന് കോർ കാറ്റഗറിയിൽ പെടുത്തുന്നു. ഇനി ബാക്കി 459 എണ്ണത്തിനെ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ്. അതെങ്ങനെയാ എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യണേ?
ഡ്യൂറിംഗ് ഫൈനൽ അസസ്മെന്റ്, അന്തിമ മൂല്യനിർണയ വേളയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് 459 എണ്ണം. അതിനെ അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ്. അതെങ്ങനെയാവാ? നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവ. ഇനി നോക്കിയ ലാസ്റ്റത്തെ 30 എണ്ണം അതിലേതില എക്സലൻസ് കാറ്റഗറിയിലാണ്. വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ. റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് 30 എണ്ണം. 30 എണ്ണത്തിന് എക്സലൻസ് കാറ്റഗറി വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ. റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് 30 എണ്ണം. 4 കാറ്റഗറി കിട്ടിയോ നിങ്ങൾക്ക്? ഏതൊക്കെയാണെന്നുള്ളത് 4 കാറ്റഗറി. അത് ഏതൊക്കെ സമയത്താണെന്ന് ഒന്ന് നോക്കി വെക്കാം. എന്തായാലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓരോ മൂല്യനിർണയ സമയത്തും ഇവാലുവേറ്റ് ചെയ്യുന്നത് 12 കാറ്റഗറി. പിന്നെ കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാ ഇവാലുവേറ്റ് ചെയ്യുന്ന എലമെന്റ്സ്? ഫൈനൽ അസസ്മെന്റിനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 451. പിന്നെ അടുത്ത ഓരോ മൂല്യനിർണയ വേളയിലും നമ്മൾ വിലയിരുത്തപ്പെടുന്നതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി 60 എണ്ണം. പിന്നെ റീ അക്രഡിറ്റേഷൻ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സലൻസ് കാറ്റഗറി. എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റീ അക്രഡിറ്റേഷൻ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതാണ് 30. ഓക്കെ, ക്ലിയർ ആയല്ലോ? 4 കാറ്റഗറി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നാബിന്റെ സ്റ്റാൻഡേർഡ് ആണ്. 2 എണ്ണം പഠിക്കാനുണ്ട്. നാബ് സ്റ്റാൻഡേർഡുകൾ പറയുന്നത്, മാനദണ്ഡങ്ങൾ പറയുന്നത് 2 രീതിയിലാണ്. ഫസ്റ്റത്തെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ ഓരോ റൂൾസ് ഉണ്ട്, ഓരോ മാനദണ്ഡങ്ങളുണ്ട്. അത് നോക്കിയിട്ടാണ്, അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അവര് അത് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എത്ര പെർസെന്റേജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മള് നാബിന്റെ സ്റ്റാൻഡേർഡുകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്. രണ്ടാമത് നോക്കി ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഓർഗനൈസേഷനെ, ഒരു ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്. കണ്ടോ? ഇപ്പൊ നമ്മളൊരു സ്കൂളിന് ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ അവര് കുറച്ച് മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്ര കുട്ടികൾ വേണം ഓരോ ഡിവിഷനിലും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു നമ്മൾ സ്കൂളിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ലേ? അപ്പൊ അതെല്ലാം കൊടുത്തിട്ടെങ്കിൽ മാത്രമാണ് അവര് അഫിലിയേഷൻ കൊടുക്കുള്ളൂ, അല്ലേ? അപ്പൊ അതിനകത്ത് ഓരോ ഡിവിഷനും ഇത്ര ഡിവിഷനില് ഇത്ര കുട്ടികൾ വീതം വേണം. അതുപോലെ തന്നെ ഇവിടെ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹോസ്പിറ്റലില് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അതിന് സ്റ്റാൻഡേർഡുകൾ, ഒരു മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ അവർ കീപ്പ് ചെയ്യേണ്ടി മാത്രമാണ് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ അതിന് നമ്മൾ അങ്ങനെ നാബ് സ്റ്റാൻഡേർഡുകൾ നമുക്ക് 2 തരത്തിൽ പറയാം. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ. അടുത്ത നോക്കി ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഓർഗനൈസേഷനെ, ആ ഒരു ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അത് 2 ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പേഷ്യന്റ് നാബ് സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി അതിന്റെ കീഴിൽ വന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് തന്നു കഴിഞ്ഞാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. പിന്നെ അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോക്കി വെച്ചേക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്ന ഏതൊക്കെയാ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആ ഒരു പരിചരണം, ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം, അവിടുത്തെ അസസ്മെന്റ്, ആ കണ്ടിന്യൂറ്റി കെയർ, പരിചരണത്തിന്റെ തുടർച്ച, ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡമാണ്. പിന്നെ കെയർ ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ. പിന്നെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM എന്ന് പറയും. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മെഡിക്കേഷൻ മാനേജ്മെന്റ്, മരുന്നുകള് മാനേജ് ചെയ്യുന്നത്. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യൻസിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നാബിന്റെ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്.
ക്ലിയർ ആയോ? അതങ്ങനെ തന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് ഏകദേശം നമ്മൾ നോക്കാം. ആ പേഷ്യന്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. assessment and continuity of care, care of patient, management of medication, patient rights and education, hospital infection control. Hospital infection control. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ് ആണ്. ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, സേഫ്റ്റി ഫെസിലിറ്റി, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫെസിലിറ്റികള്, അവരുടെ സേഫ്റ്റി മെഷേഴ്സ്, ഇതിന്റെയൊക്കെ മാനേജ്മെന്റ്. പിന്നെ അടുത്ത HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇത് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതിയല്ലോ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഏതാ ഇൻക്ലൂഡ് ചെയ്യാത്തത് ചോദിച്ചാൽ അറിയാലോ. നമ്മൾ പഠിച്ചത് അതിലില്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണല്ലോ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ അടുത്തതും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 തരത്തിലുള്ളതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അതായത് നമ്മൾ ഓരോന്നിനും നമ്മളത് കാണണമെങ്കിൽ നാബ് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങള്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോ ഇക്വേഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, അതിന്റെ ഓരോ ഇക്വേഷനും പഠിക്കാനുണ്ട്. അതിന് വെച്ചിട്ടാണ് നാബ് എന്ത് ചെയ്യുന്നത്, ഈ അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നാബ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. Key performance indicator KPIs assist in helping to systematically monitor, assess and continually enhance service performance. സർവീസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാനും വിലയിരുത്താനും അത് അതിന്റെ കണ്ടിന്യൂറ്റി അത് തുടരാൻ, അതിന് മെച്ചപ്പെടുത്താനും, സർവീസ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കുന്നു. നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇതിനൊക്കെ മോണിറ്റർ, അസസ് ആൻഡ് കണ്ടിന്യൂറ്റി, എൻഹാൻസ് സർവീസ് പെർഫോമൻസ്. സർവീസ് അവരുടെ പെർഫോമൻസ് എങ്ങനെയാ, അവര് കൊടുക്കുന്ന സർവീസ് എങ്ങനെയാണ്, അതിനെ മോണിറ്റർ ചെയ്യാൻ, അതിനെ അസസ് ചെയ്യാൻ, അതിന്റെ കണ്ടിന്യൂറ്റി. നമ്മൾ പറഞ്ഞില്ല ഓരോ 3 വർഷം നാബിന്റെ പറഞ്ഞത് 4 വർഷം, ഓരോ 4 വർഷം കൂടുമ്പോൾ ഈ നാബ് സ്റ്റാൻഡേർഡുകൾ ക്രമീകരിക്കുന്നു, അത് പുതുക്കുന്നു. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യണം, അതിപ്പോ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അത് അങ്ങനെ പോകൂല. 4 വർഷം കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ പുതുക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടിന്യൂറ്റി വേണം, തുടർന്നു കൊണ്ടേ പോകണം. എങ്കിലാണ് വീണ്ടും അതിന് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് നാബിന്റെ പെർഫോമൻസ്, സർവീസ് പെർഫോമൻസ്, ഹോസ്പിറ്റലിന്റെ സർവീസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും അതിന്റെ സർവീസ് പെർഫോമൻസ് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനും നാബ് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കുന്നുണ്ട്. അടുത്തൊക്കെ however by themselves KPIs cannot improve performance. സ്വയം ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർക്ക് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയില്ല. However, എന്നിരുന്നാലും they do provide signpost, ഓരോ signpostകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. That signal process towards goal and objective as well as opportunity for sustainable process. എന്നിരുന്നാലും നാബ് ഗോൾസിലേക്കും ഒബ്ജക്റ്റീവിലേക്കുമുള്ള ഒരു പുരോഗതിയുടെ ഒരു സുസ്ഥിര പുരോഗതി, അത് സസ്റ്റൈനബിൾ സുസ്ഥിര പുരോഗതിയും അവസരങ്ങളും സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സൈൻ പോസ്റ്റുകൾ നാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവിടെ തന്നേക്കുന്നത്
the key performance indicator are likely to be monitored by the healthcare organization. Healthcare organizationകളെ നിരീക്ഷിക്കാൻ ഈ സാധ്യതയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾ ചിലപ്പോൾ അശ്വരീസ് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് 32 എണ്ണം ജസ്റ്റ് അവിടെ നമ്മൾ വെറുതെ ഇൻഡിക്കേറ്റർ പറഞ്ഞു പോണേ ഉള്ളൂ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ പഠിക്കാണ്ട് ഈ 32 എണ്ണം എങ്ങനെയാണ് കാണുന്നത്, കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഫോർമുല ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോബ്ലം ഇല്ല കേട്ടോ, ഫോർമുല മാത്രം പഠിക്കാറുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്ന ഈ ഒരു സെക്ഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ഫോർമുലാസ് ചോദിക്കുന്നത്. എക്സാമിന് ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ഞാൻ നോട്ട് ചെയ്തില്ല. 32 എണ്ണം നിങ്ങൾക്ക് പഠിക്കേണ്ട. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫോർമുലാസ് ഞാൻ നോട്ട് ചെയ്ത് തരാം. അപ്പൊ അത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി പിന്നെ അത് പഠിക്കാനുള്ള ഒരു ചെറിയൊരു എളുപ്പവഴിയും ഞാൻ പറഞ്ഞുതരാം. അതൊരു വിഷമിക്കേണ്ട, സിമ്പിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾ ഫോർമുലാസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. 2 എണ്ണം ചോദിക്കാറുണ്ട്. 2 എണ്ണം മിക്കവാറും ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് നമ്മള് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം. ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുത്ത സമയം. ഇതെങ്ങനെയൊക്കെ എന്ത് സമയമാണ് നോക്കി. ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഓഫ് ദ വാർഡ്. ഒരു പേഷ്യന്റ് ബെഡില് എത്തിയ സമയം മുതൽ. ഏത് സമയമാണ് നമ്മൾ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എങ്ങനെ കാണുന്നത്? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലില് വാർഡിലെ ബെഡില് എത്തിയ സമയം മുതൽ ഇവിടെ പറയാം till the time that the initial evaluation has been completed by the doctor. ഒരു ഡോക്ടർ പ്രാഥമിക വിലയിരുത്തലിനായി പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെ ഉള്ള സമയം. ആ ടൈം എങ്ങനെ കാണുന്നതെന്നുള്ള ഫോർമുലയാണ് താഴെ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്തിട്ടോ. ഞാൻ ഓരോന്നും നോട്ട് ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ ആ പ്രിന്റ് നോട്ടിൽ നിങ്ങളൊന്ന് ടിക്കിട്ട് വെച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ പഠിക്കണം. The time taken for initial assessment. ഒരു പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുത്ത സമയം. ഇതെങ്ങനെ കാണുന്നത് എങ്ങനെയാണ്? നമ്മള് ഒരു പേഷ്യന്റ് വാർഡിലെ ബെഡില് എത്തിയ സമയം അത് മുതൽ ഈ ഡോക്ടർ ഫൈനൽ ഇവാലുവേഷൻ പ്രാഥമിക ഇനിഷ്യൽ ഇവാലുവേഷൻ പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെ എടുക്കുന്ന സമയം. ഇത് കാണുന്ന ഫോർമുല സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ടൈം. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത സമയം. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അവിടെ മൊത്തം അഡ്മിഷൻ എത്ര ഉണ്ടായിരുന്നു അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഇത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു ഫ്രാക്ഷൻ എഴുതുമ്പോൾ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ എഴുതുമ്പോ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അംശം. ഓക്കെ, അംശം മുകളിൽ എഴുതുന്നത് അല്ലേ? മുകളിൽ എഴുതുന്നത് തന്നെയാണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ. 2/3 ഏതാ ന്യൂമറേറ്റർ? 2 divided by 3. 2 അല്ലെ മുകളിൽ എഴുതുന്നത്. ഓക്കെ, 5/10 ഏതാ ന്യൂമറേറ്റർ? 5 അല്ലെ? ഒരു ഫ്രാക്ഷൻ. എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടില്ല, അപ്പൊ എല്ലാവരും ഉറങ്ങിയിട്ടില്ല അല്ലെ? എല്ലാവരും ക്ലാസ്സിൽ ഉണ്ട്.
ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മള് ഈ ഒരു ഫോർമുല പഠിക്കുമ്പോൾ ന്യൂമറേറ്റർ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് ഒന്നുകിൽ ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. എന്തായാലും ആ ഒരു നമ്മുടെ ആ 1 2 3 നമ്മൾ കൊടുത്തില്ല, അതായിരിക്കും ക്വസ്റ്റ്യൻ. അതിന് കൂടെ ഫോർമുല കാണാനാണ്. ഉത്തരം അവിടെ അവർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ഒരു സൂത്രപ്പണി പറഞ്ഞു തരാമെന്ന്. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്നല്ലേ, പിന്നെ അത് ക്വസ്റ്റ്യൻ അവർ ചോദിക്കും നമ്മളോട്, ആൻസർ ഉണ്ടാവും ക്വസ്റ്റ്യനില്. ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, അല്ലെങ്കിൽ ഫോർമുല ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്നായിരിക്കും. അപ്പൊ നോക്കിയേ, അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും ന്യൂമറേറ്ററിലേക്ക് നമ്മൾ എഴുതുന്നത്. ഇനി മാറിപ്പോവോ? ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും ന്യൂമറേറ്ററിലേക്ക് എഴുതുന്നത്. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ പറയാണ്, നോക്കിയേ. ഫോർമുല ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, കണ്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് എഴുതും? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, കണ്ടോ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നോക്കട്ടെ, ഇതല്ലാതെ വേറെ ഒന്നും ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ഇവരെന്താ ചെയ്യാന്നറിയോ? ന്യൂമറേറ്റർ താഴെ ഡിനോമിനേറ്റർ ആക്കും, തിരിച്ചിടും. ഇപ്പൊ നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് ഡിനോമിനേറ്ററിലാക്കി ആക്കിയിടും. അപ്പൊ ഞാനിത് ഒന്നാമത്തെ ഓപ്ഷൻ അവർ തരും, സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഓക്കെ. ഓപ്ഷൻ ബിയിൽ തരും എന്താ? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ദെൻ ഓപ്ഷൻ സിയിൽ തരും സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഇൻടു ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഡിയിൽ തരും നൺ ഓഫ് ദ എബോവ്, അങ്ങനെ എന്തെങ്കിലും ഡിയിൽ തരും. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നപ്പോ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ അതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇത് ഫുള്ള് കാണാതെ പഠിക്കണ്ട, ഫോർമുല ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. നിങ്ങളൊരു സൂത്രപ്പണിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരെ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതായിരിക്കും ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അത് നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോ അത് തിരിച്ചിടാം, അത് ഡിനോമിനേറ്റർ ആക്കിയിടാം. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ന്യൂമറേറ്റർ എഴുതുമ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയപ്പോ രണ്ടാമത്തെ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷനില് അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തിയതില് റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ നമ്പർ, പിശകുകള്, എററുകളുടെ നമ്പർ, റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണം, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അവിടെ അന്ന് നടത്തിയ ആ ടെസ്റ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. ഇപ്പൊ 1000 ടെസ്റ്റ് നടത്തി, അതിൽ 20 എറർ കാണിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പെർസെന്റേജ് 1000 ഇൻവെസ്റ്റിഗേഷനിലാട്ടോ, 1000 ഇൻവെസ്റ്റിഗേഷനിൽ വെച്ചാ നോക്കണം നമ്മള്. അപ്പൊ നമ്മള് എത്ര 1000 ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് എത്ര എറർ അവിടെ റിപ്പോർട്ട് ചെയ്തു, അതിന് നമ്മള് എന്ത് ചെയ്യണം? ഈ 1000 ഇൻവെസ്റ്റിഗേഷൻ ആകുന്നത് കൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ, അവിടെ റിപ്പോർട്ട് ചെയ്ത എററുകളുടെ എണ്ണത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, മൊത്തത്തില് അവിടെ അത്ര ടെസ്റ്റ് നടത്തി പെർഫോം ചെയ്തു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് ഇൻറ്റു 1000 ചെയ്യാം. ഓക്കെ. ഇനി അതിന്റെ ഇനി അത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ രണ്ടാമത്തെ ഫോർമുല? ഓക്കെ. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഇവിടെ പെർസെന്റേജ്. നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിച്ചിട്ടില്ലേ? മാർക്കൊക്കെ പെർസെന്റേജ്, എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ട്? SSLCക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്? +2 എത്രയുണ്ട്? എങ്ങനെയാ നമ്മളെ പെർസെന്റേജ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? മൊത്തം നമ്മൾ എത്ര നമുക്ക് കിട്ടിയ മാർക്ക് അല്ലെ, ഔട്ട് ഓഫ് എത്രയിലാന്ന് നോക്കിയിട്ട്
100 ചെയ്യുന്നത് പെർസെന്റേജ് കാണാനായിട്ട്. ഇവിടെ നോക്കുക, പെർസെന്റേജ് നോക്കുക ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസറിൽ ഒരു വാല്യൂ ഇൻറ്റു ഉണ്ടാവും, ഇൻറ്റു 100 ഉണ്ടാവും. പെർസെന്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ നോക്കിയ പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് ലാബില് അല്ലെങ്കിൽ റേഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചില്ലേ സേഫ്റ്റി പ്രിക്കോഷൻസ്. സ്റ്റാഫ് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം, ഗ്ലൗസ് ഇടണം, ഗൗണുകൾ ഇടണം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഈ നമ്മളെ അഡ്ഹിയറൻസ് എന്ന് വെച്ചാൽ എന്താ? പാലിക്കുക, പിന്തുടരുക, ഫോളോ എന്നുള്ള മീനിങ് ആട്ടോ. അപ്പൊ ഇവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് സ്റ്റാഫ് ഡയഗ്നോസ്റ്റിക്കില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പിന്തുടരുന്ന സ്റ്റാഫുകളുടെ പെർസെന്റേജ് കാണാൻ പറഞ്ഞേക്കുന്നത്. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് എന്ന് വെച്ചാൽ പിന്തുടരുക. Percentage of adherence to safety precaution by staff working in diagnosis. ഡയഗ്നോസ്റ്റില് ലാബില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് എത്ര പേര് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്? എങ്ങനെയാ കാണാം? അപ്പൊ നമ്മുടെ നോക്കിയേ, നമ്മുടെ ന്യൂമറേറ്റർ നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ഡിവൈഡഡ് ബൈ, അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്, അവിടെ മൊത്തമുള്ള സ്റ്റാഫിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെർസെന്റേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൊടുക്കുക. ക്ലിയർ ആയോ? അപ്പൊ സേഫ്റ്റി ഇപ്പൊ നമ്മൾ ആ ലാബില് മൊത്തം 1000 ടെക്നീഷ്യന്മാരുണ്ടെന്ന് വിചാരിക്കാം. അതിന് ചിലപ്പോ ഒരു 100 പേരായിരിക്കും സേഫ്റ്റി പ്രിക്കോഷൻസ് ഇടുന്നവരുള്ളൂ. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഇടുന്നവര് ചിലപ്പോ 100 പേരെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ നോക്കണം അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാണ്. എത്ര പേര് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇട്ട് ആ ഹോസ്പിറ്റലിലെ ശരിക്കും പോളിസി അനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർക്ക് ഇടണം എന്നാണല്ലോ. ഇപ്പൊ റേഡിയോളജിയിലൊക്കെയാണ് നമ്മൾ മസ്റ്റ് നമ്മൾ പറഞ്ഞാണ് പ്രിക്കോഷൻസ്. റേഡിയോളജിന്നൊക്കെ ആ ഒരു എന്താണ് സ്റ്റാഫിനൊക്കെ അതിന്റെ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, റേഡിയേഷനൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ധരിക്കണം എന്ന് നമ്മൾ പറഞ്ഞാണ്. ഇതിനുള്ള പ്രിക്കോഷൻസ് അവർ എടുക്കണം. അപ്പൊ അത് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നല്ലൊരു ഹോസ്പിറ്റൽ എല്ലാ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ അതിന്റെ പെർസെന്റേജ് അവർ നോക്കും. പെർസെന്റേജ് നോക്കിയിട്ട് പെർസെന്റേജ് കുറവാണെങ്കിൽ അക്രഡിറ്റേഷൻ കൊടുക്കില്ല. മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതിനാണ് ഈ ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എത്ര ശതമാനം അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റാൻഡേർഡുകളും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കി അതനുസരിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിന് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. മനസ്സിലാവണല്ലേ? പിന്നെ അത് മൂന്നാമത്തെ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞത് എന്താ? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ. സേഫ്റ്റി പ്രിക്കോഷൻസ് പിന്തുടരുന്ന സ്റ്റാഫുകളുടെ എണ്ണം. അതിന് എന്ത് ചെയ്യണം? മൊത്തം അവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്, ഓഡിറ്റ് ചെയ്ത സ്റ്റാഫിന്റെ എണ്ണം, മൊത്തം അവിടെയുള്ള സ്റ്റാഫിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ഇല്ല, ഒന്നാമത്തെ മാത്രം നോട്ട് ചെയ്തിട്ടാ മതി കേട്ടോ. ഒന്നാമത്തെ. ഇനി നാലാമത്തെ നോട്ട് ചെയ്യണം. മെഡിക്കേഷൻ ഇറർ റേറ്റ്. നാലാമത്തെ ഇത് നോട്ട് ചെയ്തില്ല. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്, നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള എക്സാമിന് ചോദിച്ചതാണ് ഇത്. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല മെഡിക്കേഷൻ ഇറർ റേറ്റ്. മെഡിക്കേഷൻ ഇറർ റേറ്റ്. ഇറർ മരുന്നിന്റെ പിശകുകളുടെ എണ്ണം. എല്ലാ മരുന്നുകളും പിശകി പോയി കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ ഒരു ഇതില്ല അല്ലെ? എത്രത്തോളം എവിടെ മെഡിക്കേഷൻ ഇറർ റേറ്റ് കാണിക്കുന്നുണ്ട് എന്ന് നോക്കുകയാണ്. നോക്കിയേ, മെഡിക്കേഷൻ ഇറർ ഈസ് എനി പ്രിവെന്റീവ് ഇവന്റ് ദാറ്റ് മേ കോസ് ഓർ ലീഡ് ടു അൺസ്യൂട്ടബിൾ മെഡിക്കേഷൻ യൂസ് ഓർ പേഷ്യന്റ് ഹാം once the medication is in the control of the healthcare professional, patient or consumer. അടുത്ത നോക്കിയേ, ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയോ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ഒക്കെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് സ്യൂട്ട് അല്ലാത്ത ചിലപ്പോ പല
മരുന്നുകളൊക്കെ മാറിപ്പോയി പല പ്രശ്നങ്ങളൊക്കെ വരാലോ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ആ ഒരു ഉപയോഗത്തിലൂടെ പേഷ്യന്റിന് എന്തെങ്കിലും ദോഷം വരുത്തുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണത്തിലേക്കോ നയിച്ചേക്കാവുന്ന കാര്യം അത് തടയാവുന്ന എന്തെങ്കിലും ഒരു സംഭവമാണ് ഈ മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറയുന്നത്. അതാണ് പ്രിവെന്റീവ് ഇവന്റ്. പ്രിവെന്റബിൾ ഇവന്റ് എന്ന് പറയുന്നത് മെഡിക്കേഷൻ ഇറർ ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ്. അതായത് നമ്മള് എന്താ പറയാ, ഈ ഒരു പേഷ്യന്റിനൊക്കെ എന്തെങ്കിലും ദോഷം വരുത്തുന്നതിന് കാരണമാകുന്ന അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊണ്ട് പേഷ്യൻസിന് ദോഷം ഉണ്ടാകുന്ന എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ തടയാവുന്ന ഒരു സംഭവമാണ് മെഡിക്കേഷൻ ഇറർ എന്ന് പറയുന്നത്. അത് കാണുന്ന ഫോർമുല ഒന്ന് നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, മൊത്തത്തില് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ഇററുകളുടെ എണ്ണം, മരുന്ന് പിശകുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അത് എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറർ. ഈ മെഡിക്കേഷൻ ഇറർ വരാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റി, മെഡിക്കേഷൻ ഇറർ വരാൻ സാധ്യതയുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു പെർസെന്റേജ് ഇൻറ്റു 100 ചെയ്യുക. റേറ്റ് എന്നുണ്ടോ, ഇത് പെർസെന്റേജ് തന്നെയാണ്. മെഡിക്കേഷൻ ഇറർ റേറ്റാ ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. അവിടെ ഉണ്ടായ മെഡിക്കേഷൻ ഇററുകളെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറർ. മെഡിക്കേഷൻ ഇറർ വരാൻ സാധ്യതയുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അതാണ് മെഡിക്കേഷൻ ഇറർ റേറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, മൊത്തത്തിൽ അവിടെ വന്ന മരുന്ന് പിശകുകളുടെ എണ്ണം. അതിനെ നമുക്ക് അത് ഇനി മരുന്ന് പിശകുകൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുള്ള മരുന്നിന്റെ പിശക് വരാൻ അവസരങ്ങളുള്ള സാധ്യതയുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. 4 ഫോർമുല, അതിൽ 1ഉം 4ഉം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ 4ന് കറക്റ്റ് അല്ലേ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്ററിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അധികം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നോക്കുക, ഇപ്പൊ മെഡിക്കേഷൻ ഇറർ ആണ് ഫൈൻഡ് ഔട്ട് ദ ഫോർമുല മെഡിക്കേഷൻ ഇറർ റേറ്റ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പൊ ന്യൂമറേറ്ററിൽ എന്ത് വരണം, അവിടെ ഉണ്ടാവും ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡഡ് ബൈ നമ്മൾ വരാൻ സാധ്യതയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറർ ഇൻറ്റു 100. ഓക്കെ, 4 ഫോർമുലയിലും 1ഉം 4ഉം ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് നോക്കാം. അപ്പൊ ഇതിനകത്തൊന്ന് വേറെ നിങ്ങൾ പാരഗ്രാഫ് ഒന്ന് വായിച്ച് മെനക്കെട്ട് പഠിച്ച് അത് വേണ്ട. ഇതിന് ഫോർമുലയാണ് ചോദിക്കുള്ളൂ. 2 ഫോർമുലയിലും നിങ്ങൾ എക്സാമിന് ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തിടുന്നത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഫോർമുലാസ് എന്തെങ്കിലും 1-2 ചോദിക്കാതിരിക്കില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. താങ്ക് യു.